കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. 24 തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ ഇന്നലെ അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുത്തിരുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ അപ്ഡേഷൻ തരും. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഗുഡ് മോർണിംഗ്. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രാഷ്ട്രീയ ബോംബായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ വീണ്ടും കൊടകര കേസിൽ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ ചൂടേറിയ ചർച്ചകൾക്ക് തന്നെയാണ് ഈ വഴിവെക്കുന്നത്. അത് ഒരു കോളിളക്കം തന്നെ തീർക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ, അതായത് 24 നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം തിരൂർ സതീശന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അത് അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തു. ആ മൊഴിയിൽ കൃത്യമായ, അതായത് കുറച്ച് വിവരങ്ങൾ, വളരെ നിർണായകമായ പല വിവരങ്ങളുമുണ്ട് എന്നുള്ളതാണ് തിരൂർ സതീഷ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ തിരൂർ സതീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അതിൽ ചില വ്യക്തികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങളടക്കമുണ്ട്. അത് ഈ വിചാരണ നടക്കുന്ന ഇരിങ്ങാലക്കുട സ്പെഷ്യൽ കോടതിയിൽ തന്നെ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ പലരെയും ആശങ്കപ്പെടുത്തുന്ന പലതും ആ മൊഴിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചില വ്യക്തികളെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അവരിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ SITയുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. പക്ഷേ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിലൂടെയും ഇപ്പോൾ തിരൂർ സതീഷ് നൽകിയിരിക്കുന്ന മൊഴിയിലൂടെയും ആ വ്യക്തികളിലേക്ക് ചെന്നെത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്ന. ഈ പശ്ചാത്തലത്തിലാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 4 ചാക്കുകെട്ടുകളിലായി 9 കോടിയിലധികം രൂപ കൊണ്ടുവന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഈ പണം കൊണ്ടുവന്ന ധർമ്മരാജുമായി അതിന് മുന്നോടിയായി ചർച്ച നടത്തിയെന്നുള്ളതുമായിരുന്നു 24 തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. സൂരജ് സജി.